ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ ശ്രീമന്നാരായണീയം ദശകം 30 ശ്ലോകം 4. അതിഥി കശ്യപനാൽ ഉപദേശിക്കപ്പെട്ടതായിട്ടുള്ള പയോവ്രതം നോറ്റുകൊണ്ട് ഭഗവാന്റെ പ്രീതിയെ സമ്പാദിച്ചു. അപ്പോൾ ഭഗവാൻ അതിഥിക്ക് പ്രത്യക്ഷമായി. അതിനുശേഷം ഭർത്താവിനെ ഞാനായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് കശ്യപനിൽ നിന്നും അതിഥി ഗർഭം സ്വീകരിച്ചു. ഭഗവാൻ അതിൽ പ്രവേശിച്ചു. ബ്രഹ്മാവ് സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ അവതാരം ചെയ്തു. അപ്പോൾ ആ അവതാര ശ്ലോകമാണ് ഈ 4ാമത്തെ ശ്ലോകം. ഓം ത്വം കാശ്യപേ തപസി സന്നിധത്തദാനീം പ്രാപ്തോസി ഗർഭമതിദേ പ്രണുതോ വിധാത്ര പ്രാസൂതജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. തദാനീം അതിനുശേഷം ഭഗവാൻ മാറുന്നതിന് ശേഷം ത്വം അങ്ങ് കാശ്യപേ ഈ കശ്യപനിൽ തപസി സന്നിധത് കശ്യപനും അതിഥിയും പിന്നെ വീണ്ടും തപസ് ചെയ്തു. അപ്പം അതിൽ സന്തോഷിച്ച് ഭഗവാൻ കശ്യപനിൽ പ്രവേശിച്ചു. കശ്യപൻ്റെ ആ വീര്യം അതിലേക്കാണ് ഭഗവാൻ പ്രവേശിച്ചത്. കാശ്യപേ തപസി സന്നിധത് അതിഥേഹേ ഗർഭം പ്രാപ്ത അസി. പിന്നീട് കശ്യപനിൽ നിന്ന് അതിഥിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഗർഭാധാനം എന്നത് നടത്തി. വിധാത്ര പ്രണുത സ ബ്രഹ്മാവിനാൽ അങ്ങ് നന്നായിട്ട് സ്തുതിക്കപ്പെട്ടു. ബ്രഹ്മാവ് മാത്രമല്ല എല്ലാ ദേവീദേവന്മാരും. സ ഭഗവാൻ സ അതിഥി ഭഗവാനെ ഇവിടെ അവതരിപ്പിച്ചു. ദ്വാദശി ശ്രവണ പുണ്യദിനെ ചിങ്ങമാസത്തിലെ ദ്വാദശി ദിവസം ദിവ്യരൂപം ചതുർബാഹു വിഷ്ണു സ്വരൂപത്തോട് കൂടിയിട്ട് ഭവന്തം പ്രാസൂതാച്ച പ്രസവിച്ചതിന് ശേഷം പ്രാകൃത ശിശുവായിട്ട് വന്ന് ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ കാണിച്ച് പിന്നെ വാമനനായിട്ട് മാറി എന്നതാണ്. അപ്പോൾ ഇവിടെ തിരുവോണമാണ്, ചിങ്ങമാസത്തിലാണ്, അഭിജിത്ത് മുഹൂർത്തം ആണ്. ദ്വാദശ്യാം സവിത തിഷ്ഠൻ മധ്യന്തിന ഗതോ നൃപ വിജയ നാമ സാ പ്രവർത്ത യസ്യാം ജന്മ വിദുർഹരേഹെ. അപ്പോൾ ഇവിടെ നട്ടുച്ചയ്ക്കാണ്. ശ്രീരാമൻ രാവിലെ ഉദയത്തിനാണ്. വാമനൻ നട്ടുച്ചയ്ക്കാണ്. ശ്രീകൃഷ്ണൻ അർദ്ധരാത്രിയാണ്. അപ്പോൾ ജനനത്തിനും വ്യത്യാസമുണ്ട്, സമയത്തിന് വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ അഭിജിത്ത് മുഹൂർത്തം വിജയ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ആ ഭഗവാനെ പൂജിച്ചതായിട്ടുള്ള ഈ പഞ്ചതത്വം എന്നുള്ള നിലയ്ക്ക് ജലഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം, മന്ത്രവും പൂക്കളും, നമ്മൾ അർച്ചനയ്ക്ക് എടുക്കുന്ന പൂക്കൾ, അതേപോലെ മന്ത്രം, ഇത് രണ്ടും ആകാശത്തിൻ്റെ പ്രതീകമാണ്. ശബ്ദഗുണകം ആകാശം. അതേപോലെ ധൂപം എന്നുള്ളത് വായു ആണ്. ഈ വായു വഴിയാണ് നമ്മൾ ജീവൻ മേൽപോട്ടും കീഴ്പോട്ടും ഊർധ്വലോക സഞ്ചാരവും ഭൂമിയിലേക്ക് വരവും ഒക്കെ സംഭവിക്കുക. ദീപം എന്നുള്ളത് തേജസ്സാണ്, അഗ്നി. അതേപോലെ ജലത്തിലൂടെയാണ് ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അത് രസമാണ്. അതേപോലെ ഭൂമി ആണ് ഗന്ധം. അത് ചന്ദനക്കുറി, അത് കുറിക്കൂട്ടുകളൊക്കെ ധൂപം ഭൂമിയായിട്ട് വരിക, ഗന്ധമായിട്ട് വരിക. അതേപോലെ നൈവേദ്യങ്ങൾ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നൈവേദ്യങ്ങൾ. അപ്പോൾ ജല ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം. പിന്നെ വേണ്ടത് ദക്ഷിണ കൊടുത്ത് പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യുകയാണ്. അവിടെ ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കണം എന്നല്ല പറഞ്ഞത്, ഭഗവാന് ദക്ഷിണ കൊടുക്കണം എന്നാണ്. അത് സ്വതേ പതിവുണ്ട്. നമ്മൾ പൂജാവിധിയിൽ അത് വിളക്കത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതാണ് സ്വതേ ദക്ഷിണയാണത്. അത് ആദ്യം ദക്ഷിണയായിട്ടുമുണ്ട്, ഒടുക്കം ദക്ഷിണയായിട്ടുമുണ്ട്. അപ്പോൾ ശരിക്കും പൂജാരി ഒടുക്കം ഭണ്ഡാരത്തിൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം പോകാനായിട്ട്.
അങ്ങനെയൊക്കെ ചെയ്യുന്ന മഹാത്മാക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പൂജ കഴിഞ്ഞ് രാവിലെ പോണ സമയത്ത് കയ്യിൽ കിട്ടിയതായാലും ദക്ഷിണയിൽ നിന്ന് ഒരു ലേശം ഭണ്ഡാരത്തിലിട്ടേ പോകുള്ളൂ. അങ്ങനത്തെ മഹാന്മാരുണ്ട്. അപ്പോൾ ഇത് പൂജ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ് നമസ്കരിക്കണം. അപ്പോൾ നടയും കൂടി അടച്ചിട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്തിനാ നട അടച്ച് നമസ്കരിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ വിധി. നട അടക്കണേണ്ടുള്ള നമസ്കാരങ്ങളൊക്കെ ആ വിധി ഇതിൽ പെടും. നട അടച്ചിട്ടുള്ള നമസ്കാരം അത് പേഴ്സണലാണ്. മറ്റത് പേഴ്സണലല്ലേ എന്ന് ചോദിക്കും. അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പം ഈ സംസ്ഥാപരാധ ക്ഷമിക്കണേ എന്ന് പറയുന്നതായിട്ട് ഈ പ്രാർത്ഥന അതിന് വലിയ പ്രാധാന്യമാണ്. അപ്പം അങ്ങനെയൊക്കെ പല നിയമങ്ങളും നമ്മൾ എന്താണ് പറയുക, അറിയാതെ കണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ജീവിതത്തിൽ അത് പകർത്തുക തന്നെ വേണമെന്ന് സാരം. എല്ലാവരെ കണ്ടാലും നമസ്കരിക്കാറാവണം എന്നതാണ്. ഇപ്പം ഇവിടെ ഈ അതിഥിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച രഹസ്യമാവണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം എന്നെ ഭർത്താവായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങേക്ക് പുത്രനായിട്ട് വന്നോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ കശ്യപനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കശ്യപനും അതിഥിയും തപസ് ചെയ്തു. പിന്നെയാണ് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. തദാനീം ത്വം കാശ്യപേ തപസി സന്നിധതത് അതിഥേഹ ഗർഭം പ്രാപ്തഃ അസി വിധാത്ര പ്രണുതഃ സ ദ്വാദശീ ശ്രവണ പുണ്യദിനെ പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം പ്രാസൂതാച്ച. ഇങ്ങനെ അന്വയം. ത്വം കാശ്യപേ തപസി സന്നിധതത് തദാനീം പ്രാപ്തഃ അസി ഗർഭം അതിഥേഹ പ്രണുതഃ വിധാത്ര പ്രാസൂതാച്ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ ദ്വാദശി ശ്രവണ പുണ്യദിനെ ഭവന്തം. ത്വം കാശ്യപേ തപസി സന്നിധതത് തദാനീം പ്രാപ്തോസി ഗർഭം അതിഥേ പ്രണുതോ വിധാത്ര പ്രാസൂതച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ ദ്വാദശി ശ്രവണ പുണ്യദിനെ ഭവന്തം. 5-ാമത്തെ ശ്ലോകം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേരിനുതഃ പിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം പടുരൂപമാധാം. സുരഗണേ, ഇപ്പോൾ ദേവന്മാരെ തൊട്ടുള്ള എല്ലാവരും ഹർഷാകുലേ, എത്രത്തോളം സന്തോഷിച്ചു എന്ന് പറയാൻ നിവർത്തിയില്ല. കാരണം ഇപ്പോൾ സ്വർഗമില്ല അവർക്ക്. കൃതതൂര്യഘോഷേ, ആ സമയത്ത് ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ട്, തൂര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ എന്നാണ്. എന്തായി ഒടുക്കത്തെ? സന്തോഷത്തിൻ്റെ മാക്സിമത്തിൽ അവർ പുഷ്പവൃഷ്ടി ചെയ്തു, നൃത്യാദികൾ ചെയ്തു, വാദ്യഘോഷങ്ങൾ ചെയ്തു, പാട്ടുപാടി, സ്തുതിച്ചു, വേദങ്ങൾ ചൊല്ലി, അങ്ങനെ എല്ലാം ചൊല്ലി. അതാണ് കൃതതൂര്യഘോഷേ. തം, ആ പുണ്യാശ്രമം, പരിപാവനമായിട്ടുള്ള കശ്യപൻ്റെ ആശ്രമത്തിൽ പുഷ്പവർഷൈഹി അഭിവർഷതി, ധാരാളം പുഷ്പവർഷങ്ങളെല്ലാം, പാരിജാത പുഷ്പം, കൽപ്പവൃക്ഷ വൃക്ഷം, പുഷ്പം, സുഗന്ധപൂരിതമായിട്ടുള്ള പലതും അവിടെ കൊടുത്തു. അഞ്ജലിയും ബദ്ധ്വ, നല്ലോണം കൂപ്പുകൈകളോട് കൂടിയിട്ട് ജയ ജയ ഇതി, ഭഗവാൻ ജയിക്കണേ, ഭഗവാൻ ജയിക്കണേ. അതേപോലെ പിതൃഭ്യാം, മാതാപിതാക്കന്മാരാൽ നുതഃ ത്വം, കശ്യപനും അതിഥിയും പ്രത്യേകമായിട്ട് വേറെയും സ്തുതിച്ചു. ആ സമയത്ത് ഭഗവാനെ അങ്ങ് തൽക്ഷണേ പടുതമം, അവിടെ ശ്രേഷ്ഠൻ, പ്രത്യേകമായിട്ടുള്ള കഴിവുള്ളയാൾ എന്നൊക്കെയാണ് നമ്മൾ വടുവാമനൻ എന്നുള്ള രീതിയിൽ പറയാറ്. അപ്പം അങ്ങനെയുള്ള ഈ വടുരൂപമാധ എന്നാണ് ഏറ്റവും ശ്രേഷ്ഠം ആയിട്ടുള്ള, പലതും ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ഈ വടുരൂപത്തെ, ബ്രഹ്മചാരി രൂപത്തെ, വാമന രൂപത്തെ, അത് പടുതമം, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആധ എടുത്തു എന്നാണ്. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ 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 ഇതി നുതഃ പിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധാം. സുരഗണേ ഹർഷാകുലേ കൃതതൂര്യഘോഷേ തം പുണ്യാശ്രമം പുഷ്പവർഷൈഃ അഭിവർഷതി അഞ്ജലിം ബദ്ധ്വാ ജയ ജയ ഇതി പിതൃഭ്യാം നുതഃ ത്വം തൽക്ഷണേ പടുതമം വടുരൂപം ആധാഹ.
ഇനി ആറാമത്തെ ശ്ലോകം. താവൽ പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. പിന്നെ ഭഗവാൻ അങ്ങോട്ട് വലുതായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഉപനയനാദി കാര്യങ്ങളൊക്കെ. ഈശ, അല്ലയോ ഭഗവാനെ, താവത്, ആ സമയത്ത് പ്രജാപതി മുഖൈഹി, കശ്യപ പ്രജാതി തൊട്ടുള്ള ഓരോരുത്തരാലും, അവിടെ കശ്യപൻ അച്ഛൻ എന്ന നിലയ്ക്ക് കശ്യപനാൽ ഉപനയിക്കപ്പെട്ടു എന്നാണ്. പ്രജാപതി മുഖൈഹി ഉപനീയ, പ്രജാപതിയായിട്ടുള്ള കശ്യപ പ്രജാപതി അച്ഛനാണ് വാമനമൂർത്തിയുടെ. അതുകൊണ്ട് അച്ഛനാൽ ഉപനീയ, ഉപനയനം പൂണൂൽ എന്ന കർമ്മത്തെ ചെയ്തു. മൗഞ്ചി ദണ്ഡ ആജിന അക്ഷവലയാദിഭി. മൗഞ്ചി എന്നുള്ളത് ഈ മേഖലപ്പുല്ല്. മേഖലപ്പുല്ല് പറഞ്ഞ വേറെ പുല്ലുണ്ട്, ആ പുല്ലുകൊണ്ട് അത് കെട്ടിയുണ്ടാക്കണം. നമ്മൾ സാധാരണ തലപ്പ പുല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കും മേഖല. പിന്നെ ദണ്ഡ്, ബ്രഹ്മചാരിക്ക് ഒരു അടയാളമാണ് ഒരു ദണ്ഡ്, ഒരു ചമത, ഒരു പ്ലാശിൻ്റെ വടി കൈ പിടിക്കുക. പിന്നെ കൃഷ്ണമൃഗ തോല്, അതാണ് മൗഞ്ചി ദണ്ഡ ആജീനം, കൃഷ്ണമൃഗത്തോലാണ്. അതിങ്ങനെ ഉത്തരീയമായിട്ട് ധരിക്കണം എന്നാ. പൂണുനൂല് പോലെ തന്നെ മറ്റൊരു തരത്തിലാണ് ഉത്തരീയമായിട്ട് ധരിക്കുക. വേറെ വസ്ത്രാദികളൊന്നും ഉപയോഗിക്കാറില്ല. കൃഷ്ണമൃഗത്തോല് നല്ലോണം ഉണക്കിയിട്ട് അതാണ് ധരിക്കാറ്. അപ്പോൾ തണുപ്പും ഉണ്ടാവില്ല, പിന്നെ വേണ്ടാത്തതൊന്നും തോന്നില്ല, സാത്വിക ഭാവത്തെ ഉയർത്തും. അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ കൃഷ്ണമൃഗത്തോലിൻ്റെ ഫലം. സാധു ആണ് സ്വതേ കൃഷ്ണമൃഗം, മാന് വർഗങ്ങളൊക്കെ. അപ്പം അതിൻ്റെ തോല് ഈ പ്രകൃതിയിൽ നിന്നുള്ള കാലാവസ്ഥയെ ചെറുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കുറച്ച് മൃദുത്വം അതിനുണ്ട്. അതേപോലെ അത് സാത്വിക ഭാവത്തെ ഉയർത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ വസ്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മഹാദേവൻ പുലിത്തോലാണ് ഉടുക്കുക, ആനത്തോലാണ് ഉത്തരീയായിട്ട്. തൻ്റെ കീഴിലാണ് മുഴുവൻ. അതാണ് ആ മാക്സിമം രജോ ഗുണം, അത് മുഴുവൻ ആ വസ്ത്രത്തിലുണ്ട്. അത് മഞ്ഞയാണ്. ഇനി പീതവാസസ് എന്ന് നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ പറയണു. പുലിയുടെ തോല് മഞ്ഞയാണ്, മഞ്ഞ കലർന്ന വല്ല വര ഉണ്ടാവുമായിരിക്കാം. അത് ഈ എന്താ പറയുക, ബ്രൗൺ കളറിലാണ് വരിക. മഞ്ഞയും ബ്രൗണും കപിലവർണ്ണം, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതാണ് പുലിത്തോൽ കൊടുക്കാനുള്ള കാരണം. പിന്നെ ദേഹബോധം ഒട്ടും ആവശ്യമില്ല എന്നുള്ളതൊക്കെ ബ്ലാക്ക്, അത് തമസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആനത്തോല്. തമോ ഗുണം ശരീരം മുഴുവൻ ദ്രവ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട്. അത് തമോ ഗുണ, അതിനൊരു വിലയില്ല. അതുകൊണ്ടാണ് അത് ആനത്തോല്, ബ്ലാക്കിഷ് കളർ. അപ്പോൾ ഓരോന്നിനും ഓരോ ആടയാഭരണങ്ങൾക്കൊക്കെ താത്വികമായിട്ടൊരു വശമുണ്ട്. അപ്പോൾ ഇവിടെ ഉപനിച്ചുണ്ണി ആയതുകൊണ്ട് ഈ സാത്വിക ഭാവത്തെ വളർത്തണം. അപ്പോൾ അതിന് കൃഷ്ണമൃഗത്തോലാണ് അണിയുക. പിന്നെ രുദ്രാക്ഷമാല, അവിടെ ശിവൻ്റെ ഈ അനുഭാവപൂർണം എന്ന നിലയ്ക്ക് ശിവൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് വിദ്യ പൂർത്തിയാക്കാൻ സാധിക്കില്ല. രുദ്രാക്ഷം സ്വതേ ശിവൻ്റെ കണ്ണുനീരാണെന്നാണ് പറയുക. കണ്ണിൽ നിന്ന് വീണതായിട്ടുള്ള ഒരു ഭക്തൻ ഇങ്ങനെ ഭജിക്കുന്ന സമയത്ത് ഭക്തനെ കണ്ടപ്പോൾ കണ്ണുനീര് കണ്ടെന്നുണ്ടായി. 2 തുള്ളി കണ്ണുനീര് വീണപ്പോൾ അത് രുദ്രാക്ഷമായിട്ട് മാറിയെന്നാണ്. 14 തരത്തിൽപ്പെട്ടതായിട്ടുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതേപോലെ നിറത്തിൻ്റെ കാര്യത്തിൽ വെച്ചാൽ 3 നിറത്തിൽ, കറുപ്പ്, വെളുപ്പ്, പിന്നെ ചുവപ്പ് എന്നാണ് പറയുക. ചുവപ്പിലേക്കാണ്ട് എത്തില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ളൊരു കളറാണ് ശരിക്കും വരിക. അത് ഒന്നുകിൽ കടും ചുവപ്പായിട്ട് നമുക്ക് കാണും, അങ്ങനെയാണ്. കുറേ കഴിഞ്ഞാൽ അതിങ്ങനെ ചുവപ്പ് ലേശമണി കുറഞ്ഞു പോയി, അങ്ങനെയാണ്. ഏതായാലും ഈ രുദ്രാക്ഷം ധരിച്ചു, രുദ്രാക്ഷമാലയുണ്ട്. പിന്നെ അർച്യമാനഹ, എല്ലാവരാലും അർച്ചിക്കപ്പെടുക, താൻ സ്വയമേ ബാക്കിയുള്ളവരെ അർച്ചിക്കുക. ഇത് ബ്രഹ്മചാരിയുടെ ഒരു നിയമമാണ്. ബ്രഹ്മചാരി എല്ലാവരും പൂജിക്കുക, ദാനം ചെയ്യുക ഒക്കെ ചെയ്യും. ബ്രഹ്മചാരി അങ്ങോട്ടും
ആ വിനയഭാവം കാണിക്കുക. ചെറിയ കുട്ടിയല്ലേ, അപ്പം അതുകൊണ്ട് ആ ഭാവത്തെ കാണിക്കണം എന്നാ. ത്വം ദേദീപ്യമാന വപു. അങ്ങനെ ഈ ഭഗവാന്റേതായിട്ടുള്ള അതിശോഭ അത് നന്നായിട്ട് പ്രകാശിപ്പിച്ചു ഭഗവാൻ ഈ വാമനമൂർത്തിയായിട്ട്. എന്നിട്ട് കൃത അഗ്നികാര്യ. ഇങ്ങനെ ഉപനയനമൊക്കെ കഴിഞ്ഞ ആ സമയത്ത് വല്ലാത്തൊരു ശോഭയാണ് ആ ഉണ്ണിയെ കാണുമ്പോൾ. നല്ല തേജസ്സാണ്. അത് ഏത് ഉപനയനം കഴിയുള്ളത്. ഇതേ വിധി പ്രകാരത്തിലാണ് ഇപ്പോൾ ഇന്നും ഉപനയനമൊക്കെ നടക്കുന്നത്. അങ്ങനെ സമിത ചെയ്യുക എന്നൊരു ഇതുണ്ട്, ചമതല. അങ്ങനെ ചമതയൊക്കെ ഇട്ടു. പ്രകൃത അശ്വമേധം. പിന്നെ ഈ ബലി അശ്വമേധ യാഗം ചെയ്യുന്ന നർമ്മദാ തീരത്തേക്ക് എല്ലാവരും കൂടിയിട്ട് യാത്രയാവാണ്. പ്രകൃത അശ്വമേധം ബലിഗൃഹം പ്രാസ്ഥിതാഹ. അവിടേക്ക് എല്ലാവരും കൂടിയിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഈ ജാതകർമ്മം ഉപനയനം തൊട്ടുള്ള ഈ 16 ഷോഡശക്രിയ എന്ന് പറയാം. ഗർഭാധാനം തൊട്ടുള്ള ഓരോന്നും അന്ത്യേഷ്ടി വരെയുള്ളത് ഷോഡശക്രിയ എന്ന് പറയും. അപ്പോൾ ആ ഷോഡശക്രിയയിൽ ജാതകർമ്മം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഉപനയനം ചെയ്തു വിധിപ്രകാരം. അപ്പം അത് കശ്യപനാണ് പൂണുനൂല് ഇട്ടുകൊടുത്തത്, മേഖല ഇട്ടുകൊടുത്തത് കശ്യപനാണ്. അതേപോലെ ഈ സൂര്യൻ, ഗായത്രി സൂര്യനാണ് ഉപദേശിച്ചത്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ എന്ന പ്രചോദയാൽ എന്ന ഗായത്രിയാണ് സ്വതേ ഉപനയനത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള മന്ത്രം. മറ്റ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമ ശിവായ, ഓം ഹ്രീം ദുർഗായ നമ, ഇങ്ങനെയുള്ള മൂലമന്ത്രങ്ങളെയല്ല കൊടുക്കാറ്. ഈ ഗായത്രിയാണ് ഉപദേശിച്ചു കൊടുക്കാറ്. അങ്ങനെ ബൃഹസ്പതിയാണ് യജ്ഞോപവീതം. പൂർണ്ണനൂല് കൊടുത്തത് പ്രജാപതിമാരിൽ ഏറ്റവും മികച്ച പ്രജാപതിയാണ് വിദ്യ കൊണ്ട്. ബൃഹസ്പതി ദേവഗുരുവാണ്. അതേപോലെ ഭൂമിദേവിയാണ് കൃഷ്ണമൃഗത്തോല് കൊടുത്തത്. പിന്നെ ചന്ദ്രനാണ് ഈ പ്ലാശിൻ ചമത കൊടുത്തത്. പ്ലാശിൻ ചമത, ഹോമിക്കാനുള്ള ചമത ചാഞ്ചമത. മറ്റത് ദണ്ട്, ഒരു വടിയാണ്, അതും പ്ലാസ് തന്നെയാണ്. പിന്നെ അതിഥി കൗബീരം നൽകി, ഒരു കോണകം. പിന്നെ ദ്യോവ്, ഒരു കുട കൊടുത്തു, അന്തരീക്ഷം. ദ്യോവ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ഒരു കുട കൊടുത്തു. അഷ്ടദിക്പാലകന്മാർ പെട്ടതാണ്. 10 ദിക്ക് എന്നാണ്, 8 ദിക്ക് എന്ന് പറയണമെന്നേ ഉള്ളൂ. അതേപോലെ ബ്രഹ്മാവ് ഒരു പാത്രം നൽകി, കമണ്ടലു അല്ലെങ്കിൽ കിണ്ടി. പിന്നെ കിണ്ടിക്ക് മുരലില്ല, കിണ്ടിക്ക് മുരലുണ്ടാവും, കമണ്ടലുവിന് മുരലുണ്ടാവില്ല, വള്ളി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ദർഭ സപ്തർഷികൾ കൊടുത്തു, ജപമാല സരസ്വതി കൊടുത്തു, ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു, ഭിക്ഷ ശ്രീപാർവതി കൊടുത്തു. ഇവിടെ നമ്മൾ സാധാരണ ഭിക്ഷയ്ക്ക് അമ്മയെ സമീപിക്കും, അമ്മയാണ് കൊടുക്കുക. പാത്രം അതേപോലെ അച്ഛൻ തന്നെ കൊടുക്കുക, അത് കുബേരൻ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ ഇന്നും അത് ഇതേപോലെയാണ് നടക്കുന്നത് എന്ന് സാരം. ഇതൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഉപന്യം നടക്കുക. ഒരു വ്യത്യാസവും ഇന്നും അതിന് വ്യത്യാസപ്പെട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ കശ്യപനാൽ ഉപനയനം നടത്തി അദ്ദേഹം ചമത ഇടിയിച്ചു, ആ ആവശ്യത്തെ പറഞ്ഞു. അപ്പോൾ ഈ വാമനൻ ഈ നർമ്മദാ തീരത്ത് 100ാമത്തെ അശ്വമേധ യാഗം ചെയ്യുകയാണ്. ആ യാഗ സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകം കൊണ്ട്. താവൽ പ്രജാപതി മുഖൈരുപനീയ മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാന വപുരീശകൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃത അശ്വമേധം. അല്ലയോ ഈശ, താവത് പ്രജാപതിമുഖൈ ഉപനീയ മൗഞ്ചീദണ്ഡാദിന അക്ഷവലയാദിഭി അർച്യമാനഃ ത്വം ദേദീപ്യമാന വപുഃ കൃത അഗ്നികാര്യഃ പ്രകൃത അശ്വമേധം ബലിഗൃഹം പ്രാസ്ഥിതാഃ. ഇത് അന്വയം. താവത് പ്രജാപതിമുഖൈ ഉപനീയ മൗഞ്ചി ദണ്ഡ അജിന അക്ഷവലയ ആദിഭിഃ അർച്യമാനഃ ദേദീപ്യമാന വപുഃ ഈശ കൃത അഗ്നികാര്യഃ ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃത അശ്വമേധം എന്ന് പദച്ഛേദം. താവൽ പ്രജാപതിമുഖൈരുപനീയ മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭിരർച്യമാന
ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃത അശ്വമേധം ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷു ഇവ സന്നിധാതും പ്രാക് മുമ്പ് തന്നെ ഭാവി മഹിമ ഉചിത ഗൗരവം ഭാവിയിലെ മഹത്വത്തിന് ചേർന്നതായിട്ടുള്ള ഗൗരവത്തെ സാധാരണ ഈ ഉണ്ണികൾ 6 വയസ്സ് 7 വയസ്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു ചിരിച്ചും കൊണ്ടുള്ള ഭാവവും ഇവിടെ അങ്ങനെയല്ല, ഗൗരവമുഖനായിട്ടാണ് ഉണ്ണി. എന്നാലോ കൗതുകം, മറ്റേ തേജസ്, കാണണം, ആകർഷകത്വം പലതും ഉണ്ട് ഇനി, പക്ഷേ ഗൗരവമാണ്. ഭാവി മഹിമ ഉചിത ഗൗരവം എന്നാണ്. ഭാവി കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്. വ്യാവൃണ്ണത ഇവ നന്നായിട്ട് വ്യക്തമാക്കുന്നത് പോലെ ഗൗരവം വ്യക്തമാക്കുകയാണ് ഭാവി കണക്കാക്കിയിട്ട്. ഗാത്രേണ സ്വന്തം ശരീരം കൊണ്ട് ധരണീം ഈ ഭൂമിയെ ചലയൻ നന്നായിട്ട് തന്നെ ചലിപ്പിക്കുന്നതായിട്ടുള്ള പരോഷ്മ ഈ ശത്രുവിൻ്റെ തിരണാർത്ഥം, പരോഷ്മ തിരണാർത്ഥം. ഇപ്പോൾ എങ്ങനെയാണോ ഈ ശത്രുവിൻ്റെ ചൂടിനെ മറക്കേണ്ടത്, ഇപ്പോൾ സാധാരണഗതിയിൽ പരോഷ്മ തിരണാർത്ഥം ഇവ ഛത്രം എന്നാണ്. ശത്രുക്കളുടെ ഈ ചൂടിനെ എത്രത്തോളം ഊഷ്മാവ് ഊഷ്മ തിരണം അതിനെ മറയ്ക്കുക എന്നത്, അതിന് ഛത്രം കൊട. പരോഷ്മ തിരണാർത്ഥം, ഊഷ്മ തിരണ അർത്ഥം 4 വാക്കാണ്. പരോഷ്മ തിരണാർത്ഥം ഛത്രം കൊടയെയും ദാനവജനേഷു അസുരന്മാരിൽ സന്നിധാതും ഇവ പ്രയോഗിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ദണ്ഡം ച ദണ്ഡത്തെയും ഈ പ്ലാശിൻ്റെ വടി ആദധാനഹ ധരിക്കുന്നതാണ് എന്ന് തോന്നും. ത്വം അയാസി അങ്ങ് യാത്ര ചെയ്യുമ്പോൾ കണ്ടതായിട്ടുള്ള ഒരു ഭാവമാണ്. ഇപ്പോൾ ഭാവിയുടെ മഹത്വത്തിനെ കണക്കാക്കിക്കൊണ്ട് തന്നെ അതിനനുകൂലമായിട്ടുള്ള ഗൗരവത്തെ ഭഗവാൻ നന്നായിട്ട് തന്നെ പ്രകടിപ്പിച്ചു. ഇതൊക്കെ നാട്യാണ്. അങ്ങനെ ശരീരം കൊണ്ട് ആകർഷകം ആയിട്ടുള്ള ഈ ഉണ്ണി ഓരോ കാല് വയ്ക്കുമ്പോഴും ഭൂമി ആ പുറത്തേക്ക് ചെരിഞ്ഞു, അത്രയും കനം കൂടി. നല്ല ഗൗരവ, ഗുരുത്വം ഉണ്ടെന്നർത്ഥം, നല്ല കന. ശത്രുക്കളുടെ ചൂട് തടയാൻ വേണ്ടിയിട്ട് ഒരു കൊട, അതേപോലെ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ദണ്ഡ്. ഇങ്ങനെ ഈ വാമനൻ അതിബലവാനായിക്കൊണ്ട് മഹാബലിയുടെ അടുത്തേക്ക് യാഗസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു എന്നാണ്. ഗാത്രേണ ഭാവി മഹിമ ഉചിത ഗൗരവം പ്രാക് വ്യാവൃണ്വത ഇവ ധരണീം ചലയൻ അയാസി ഛത്രം പര ഊഷ്മ തിരണ അർത്ഥം ഇവ ആദധാനഃ ദണ്ഡം ച ദാനവ ജനേഷു ഇവ സന്നിധാതും. പദച്ഛേദം. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. അപ്പം ഇങ്ങനെ ഭഗവാന്റെ ഈ മഹത്വത്തെ എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഗൗരവത്തോടു കൂടിയിട്ട്, ആകർഷക ഭാവമുണ്ട്, കൗതുകമുണ്ട്, സുന്ദരനാണ്, മാത്രമല്ല എനിക്ക് വേണം എന്നങ്ങോട്ട് തോന്നും, അത്രയ്ക്ക് ഈ ആകർഷകത്തുണ്ട്. അങ്ങനെയാണെങ്കിലും ഗൗരവത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ കനം കൂട്ടിക്കൊണ്ട് ഭഗവാൻ വയ്ക്കുന്ന ഓരോ കാലടിയിലും ഭൂമി അവിടേക്ക് ചെരിയുന്നു, ആ കനം താങ്ങാൻ വയ്യ എന്നുള്ളത് കാണിക്കണു. ശത്രുവിൻ്റെ ചൂടിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ ഒരു കൊട കൈ പിടിച്ചിട്ടുണ്ട്. അസുരന്മാരെ ശിക്ഷിക്കാൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദണ്ഡ് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം താൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും ഈ വേഷം കെട്ട്. അങ്ങനെ ഭഗവാൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാവരും കണ്ടു. ദേവീദേവന്മാരെ, ഋഷികളെല്ലാവരും കണ്ടതായിട്ടുള്ള വാമനമൂർത്തിയുടെ യാത്രയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി
ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേ ശിവസന്നിധാതും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ 4, 5, 6, 7 4 ശ്ലോകം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അടുത്തതിൽ പറയാം ബാക്കിയുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.